ഇതാട്ടോ. എല്ലാരും ഇത് സ്കിപ്പ് ചെയ്യണമെന്ന് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കുന്ന ഗ്രാനി 2 ആണ്. അതിന്റെ ബോട്ട് എസ്കേപ്പ് ആണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇനി വേറെ ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണം കേട്ടോ. അപ്പൊ ഡേവൺ തുടങ്ങി തുറക്കട്ടെ. ഇതിനകത്തൊന്നും ഇല്ലല്ലോ, ഒരു തേങ്ങയും ഇല്ല. ബ്ലോക്ക് കോണിംഗ് ബെല്ലൊക്കെ അടിച്ച് ബ്ലോക്കാണ്. ഓ, ഇവിടെ ഒന്നും ഗ്രാനി ഇല്ലല്ലോ. ഗ്രാനീനെ ഒന്ന് കാണണം. മുളക് പിക്ചർ അതൊക്കെ ഇടാം. ആയി ഇപ്പൊ തന്നെ മുഴുവൻ തോന്നുന്നു. സൗണ്ടൊക്കെ കേൾക്കാം. വന്നുണ്ട്. ഓടിക്കോ. കയ്യിൽ അമ്പുമ്പിലോട്ട് വന്നത്. അമ്പുമ്പിലല്ലേ വടി. പെട്ട് ഓടിക്കോ. ഇപ്പൊ ചത്തേനെ. ഗ്രാനിക്ക് വട്ടല്ലേ പിന്നെ ഇവരൊക്കെ തോറ്റ്. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്ന കേട്ടോ. അത് വെപ്പങ്കി നോക്കുന്നുണ്ട്. ആ വെപ്പങ്കി. അപ്പൊ സൗണ്ട് ഉണ്ടായിട്ട് പോവാ. നിങ്ങക്ക് ഒരു കുരിപ്പിക്കണമല്ലേ. വന്നുണ്ട് ഓടടാ. ഗ്രാനീനെ കണ്ടില്ലെങ്കിൽ സുഖമില്ല. പക്ഷെ ഈ സമയത്ത് ഗ്രാനി വരണ്ടായിരുന്നു. പെട്ടെന്ന് തോക്കെടുക്കണം. തോക്ക് എവിടെ? ഇനി എവിടുന്നാ കിട്ടണം? ഇപ്പൊ എന്തിനാ തുറന്ന സീക്രട്ട് റൂം അവിടെ നിന്ന് എടുക്കണം. ഗണ്ണുണ്ടായിരുന്നു, വെടിവെച്ച് കൊല്ലായിരുന്നു. കിട്ടി. ഇനി കൊല്ലണ കാണാൻ നല്ല രസാട്ടോ. വന്നുണ്ട്. പേടിച്ചു പെട്ടെന്ന്. ഇങ്ങോട്ട് വരട്ടെ, ട്രാപ്പ് വയ്ക്കും. അവർക്ക് അറിഞ്ഞൂടെ. തെറിച്ചു പോയല്ലോ. എന്താ ഡാൻസ് കളിക്കണം? മുന്നിന്ന് മാറടേ. മാറി ഓരോണ്ണം കൊടുത്തു. തലക്കിട്ട് കൊടുക്കാം, അപ്പൊ ജീവിക്കത്തില്ലല്ലോ. പിന്നെ 2 മിനിറ്റ് കഴിയുമ്പോ പെട്ടെന്ന് പൊങ്ങി വരും. ആ കീന്റെ ഇവിടെ ഒന്നും ഇല്ല. സേഫ് കീ കൊടുക്കാൻ മറ്റേ സേഫ് കീ വേണം. മറ്റേ സീക്രട്ട് ഡോർ തുറക്കാൻ. ഇതിനാണ് മിന്നൽ പോലെ ഷൂട്ട് ചെയ്യണത്. റേഡിയോ ഒക്കെ ഉണ്ടല്ലോ, പാട്ട് കേൾക്കാൻ പറ്റുമോ? റേഡിയോ അല്ല, എന്തോ എന്തോ റേഡിയോ ആണത്. റേഡിയോ ഒന്നുമല്ല, റേഡിയോ ആണ്. പാട്ട് കേൾക്കുവോ? അതിന് ഫോണിന്റെ അലാറം അടിക്കുന്നു തോന്നുന്നു. ഫോണിന്റെ റിംഗ് അടിക്കേ ഗ്രാൻഡ വിളിക്കണായിരിക്കും. അത് തന്നെ ടൂർ പോയപ്പോ അവിടുത്തെ തണുപ്പ് കൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ തോന്നി. ഐസ്ക്രീം ചായ എന്തോ ഗ്രാനീനെ ഇങ്ങോട്ട് വരുത്തണം. ആ സമയത്ത് ഗ്രാനി കാശ് അയച്ചു കൊടുക്കാൻ വേണ്ടി വിളിക്കണമെന്നുണ്ട്. മഞ്ഞില്ലല്ലോ, ഭാഷ മനസ്സിലാവണ്ടാണോ? ഗ്രാനി ഇംഗ്ലീഷ് കാര്യല്ലേ, ഇങ്ങനെ മനസ്സിലാവാൻ നമ്മൾ മലയാളം അല്ലേ പറയണം. തുറന്നേ, അതിൻ്റെ അകത്ത് ഒന്നും ഇല്ല. ഡോർ ഹാൻഡിൽ അവിടെ ഉണ്ട്. കഴിഞ്ഞ തവണ നന്നായിട്ട് തപ്പിയിട്ടാണ് ഡോർ ഹാൻഡിൽ കിട്ടിയത്. ഈ തവണ താണ്ടായിരിക്കുന്നു. ഗ്രാനി അമ്മമ്മേ, കേളാവി എവിടെ? അമ്മാമ്മേ, ഓടുക. അവനുണ്ടാ. എന്താ ഡാൻസ് ആണല്ലോ. പെടക്കണ വീണാന്ന് തോന്നുന്നു കേട്ടാ. ചാള താഴ്ത്ത് വീണ നല്ല രസം. കല്ല് താഴ്ത്ത് വീണ അറ്റാക്ക് വന്ന പോലെ ഉണ്ട്. അറ്റാക്ക് അന്ന് കറക്കത്തൊപ്പ ഫോട്ടോ ഫ്രെയിം ആയിട്ട് വെച്ചേക്കണ. അമ്മോ, ഗ്രാനീനെ കൊണ്ട് തോറ്റ്. കാർക്കിച്ച് തുപ്പി തന്നു. അമ്മമ്മേനെ കൊണ്ട് തോറ്റില്ല. എന്റെ ദൈവം. അയ്യോ, അത് മൊനാലിസയുടെ പെയിന്റിങ് പോലെ നല്ല വില പിടിപ്പുള്ള പെയിന്റിങ് ആണ് കേട്ടാ. ഞാൻ 2 കോടി രൂപ കൊടുത്ത് 2 കോടി രൂപ കൊണ്ട് തുപ്പിയതാണത്.
ഇത് ഏത് കീയാ? വെപ്പണാണോ? സേഫ്റ്റി. സേഫ് കീ കൊണ്ട് നമ്മൾ മുകളിലോട്ട് പോകും. സേഫ് അല്ല, സെക്യൂരിറ്റി. സെക്യൂരിറ്റി ഏതോ ഒരു കീയും കൊണ്ട് മുകളിലേക്ക് പോകണം. ഇത് വീണ്ടും മുകളിലേക്ക് പോകണം. അതാട്ടോ ഗൈസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് വീൽ അത് മറ്റേ കാർ എസ്കേപ്പിനല്ലേ? അതില്ലേ വണ്ടി എന്റെ മണ്ണിന്റെ വിചാരിച്ചു എപ്പോഴും മണ്ണല്ലേ മണ്ണ് തന്നെ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ ഡേ 1 തന്നെ ജയിക്കാൻ നോക്കാം കേട്ടോ. ഹായ് ബോട്ടിന്റെ കൈ കിട്ടി. ബോട്ട് എസ്കേപ്പ് ഇപ്പൊ തന്നെ കഴിയുമല്ലോ. ഡേ 1 തന്നെ തീർക്കാൻ നോക്കാം. ഡേ 1 തീരില്ല, ചിലപ്പോ ഡേ 3 തീരും. ഗ്രാനീനെ വരുത്താനൊക്കെയാണോ? എന്റെ പൊന്നു, എന്റെ കരുനാക്കായിട്ട് പറയാ ഡേ 3 ഞാൻ എന്തായാലും തീർത്തിരിക്കും. അതെ വന്ന് ഇപ്പൊ ഡേ 4 ആയി. എന്ത് സീ ചെയ്യുന്നു? ഞങ്ങളെ സീ ചെയ്യുന്നുണ്ടോ? ഇവിടെ നോക്ക്. നോക്കാണ്ട് സീ ചെയ്യണമെന്ന് പറയണത് എന്താണ് ഡ്രോപ്പൊക്കെ വെച്ചേക്കാണ് അമ്മൂമ്മ. ഞങ്ങൾ കുഞ്ഞു മക്കളല്ലേ, ഞങ്ങളൊക്കെ ചെയ്യാൻ പാടുണ്ടോ? റോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ഗ്രാൻഡ് നമ്മളെ പിടിച്ചോണ്ട് എന്തൊക്കെയാണ് സ്റ്റണ്ട് ഗൺ. ഇതിലൊക്കെ ആണെങ്കിൽ ഗ്രാനി മറ്റേ ഓ എന്ത് രസമാണ്, നല്ല സാറ്റിസ്ഫാക്ഷൻ. ചത്ത് കഴിയുമ്പോ കണ്ണിന്റെ കളർ ബ്രൗൺ ആവും. നമുക്ക് നന്നാക്കാം. തുരുമ്പൊക്കെ പിടിച്ചിരിക്കുക. ഇനി പേടിക്കണ്ട. ഇതെന്താ ഗ്യാസ് ലൈൻ കിട്ടി? കൊള്ളാല. അമ്മ കിടക്കണ്ട സങ്കടം തന്നെ. ഇനി നമ്മൾ ഇപ്പൊ തന്നെ കഴിയും തോന്നുന്നില്ല. ഇനി സ്റ്റിയറിംഗ് വീലും കൂടെ മതിയല്ലോ ബോട്ടിന്റെ. ഇപ്പൊ ഡേ 1 തീർക്കുമെന്നാണ് ഒരു വെള്ളത്തിൽ നിന്ന് കിടക്കണ സാധനം. എന്തുവാ അതാണ് ഒറ്റോപ്പസ്. ഒറ്റോപ്പസാ? ഓറാങ്കുട്ടൻ ആണോ? ഒറ്റോപ്പസാ. ഒറ്റോപ്പസ് ആട്ടോ. ഓറാങ്കട്ടാൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതേ പറഞ്ഞ ശരിയാണ്, ഇരിപ്പുണ്ട്. ആ പെണ്ണാന്നുള്ളത്. ഓ മുടിയൊക്കെ രണ്ടി ഇവിടെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ആ ഓറാങ്കട്ടൻ മുടി വെച്ചേക്കുക. ഇവിടെ ഓറാങ്കുട്ടൻ്റെ ഒപ്പം കുറലേക്ക് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഗ്യാസ് ഓയിൽ കിട്ടി. ഗ്രാനീനെ വരുത്താനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഗ്രാനി അത്തില്ലേ ഓരോന്ന് തോന്നുന്നു പോവാ. ഗ്രാനി വരുമ്പോ അധികം പേടി മതിയല്ലോ. ഈ കാരണം ഞാനല്ലല്ലോ കളിക്കണം, ഇവനാണല്ലോ കളിക്കണം. പേടിയൊന്നുമില്ല. ഇതൊക്കെ ചടി കിട്ടു. ഒന്നുവാ എനിക്കൊന്ന് ഷൂട്ട് ചെയ്യാനുള്ളതല്ലേ. സ്റ്റണ്ട് കണ്ണ് ഒടുക്കത്തെ പവറാ. സ്റ്റണ്ട് വന്നുണ്ട്. ഒടുക്കത്തെ പാട്ടാണത്. ഇപ്പൊ തട്ടിപ്പോയത്. പല്ലുണ്ടോ എന്റെ അമ്മ? പല്ല് കേൾക്കത്തില്ല. ചുമന്ന പല്ലാണ് ഗൈസ്. ചുമന്നല്ല മഞ്ഞ പല്ല് കേൾക്കത്തില്ല. ഒരു രൂപം ചുമന്ന പല്ലും അല്ല ചുമന്ന പല്ലും വെളുത്ത കണ്ണും ഉരുണ്ട മുഖവും നരച്ച മുടിയും. അപ്പൊ ഗൈസ് എന്തുകൊണ്ടാണ് ഗ്രാനി അടിക്കണേക്കാട്ടി മുമ്പ് നമ്മൾ ബോധം കെട്ട് വീണെന്നറിയുക? നാറ്റം കൊണ്ട് വീഴും. അപ്പൊ നമ്മൾ തലമണ്ടൊക്കെ ഗ്രാനി വടി കൊണ്ട് അടിക്കും. എന്തൊക്കെ കഥയാണ് ഉണ്ടാക്കണം ഗൈസ്. ഇത് കീയൊന്നുമല്ല, ആമോ ആണ് ഈ സ്റ്റണ്ട് സൗണ്ടാക്കാം. വാ അമ്മമ്മേനല്ലേ ഇത്ര നേരമായിട്ട് വിളിക്കണേ? അമ്മേ ഗ്രാനി നീ ഗ്രാൻഡാണ് അങ്ങനെ. അയ്യോ 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 ഇപ്പൊ ഗ്രാൻഡ് ICU ഇവിടെ. ഞാൻ എപ്പോഴും പറയാ ആറിയോ പ്ലേ ഹൈഡ് ആൻഡ് സിക്ക് എന്ന്. പക്ഷെ എനിക്ക് ഹൈഡ് ആൻഡ് സിക്ക് ബിസ്ക്കറ്റ് ആണ്. എനിക്ക് ഓറിയോ ബിസ്ക്കറ്റാണ് ഇഷ്ടം. എനിക്ക് ഹൈഡ് ആൻഡ് സിക്ക് ഇഷ്ടാട്ടോ ഗൈസ്. ഹൈഡ്
ഹൈഡാൻസിക്ക് എന്തോന്ന് ഹൈഡ് ആൻഡ് സീക്ക് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓരോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യണം. നോക്കാം. ഓരോക്കാണ് ഫാൻ ബേസ് കൂടി. അയ്യോ അതാരാ? നോസ്ഫെറാറ്റോ. ശബം ശബം ഒരു ശബം. ശബമല്ല, അതാണ് നോസ്ഫെറാറ്റോ. വാമ്പയർ. ദേ അപ്രത്യക്ഷമായി. താഴ്ത്തരോ? താഴ്ത്തിട്ട് എറിഞ്ഞ എന്തൊരു ബുദ്ധിയല്ലേ. ബോംബാണോ? ഞാനിപ്പോ തന്നെ അയ്യോ പൊട്ടിയില്ല. ഗ്രാനൈറ്റ്. പക്ഷെ ഗ്രാനി കാറ്റൊക്കെ ഇറങ്ങിയേക്കാം. ഗ്രാനിക്ക് കേണി കയറാൻ പറ്റുമോ? അതെന്ത് പറ്റി? മറ്റേ വാമ്പയർ കുഞ്ഞാണോ? അപ്പോൾ എത്രേന്റെ കരുന്നാക്ക് എന്തായാലും വളഞ്ഞു നന്നായി. എന്താണ് ഗായ്സ് ഇങ്ങനെയൊന്നും ആവരുത്. അതെന്നാ പറ്റിയ? ഞങ്ങളെ നന്നോണം കളിച്ചതല്ലായിരുന്നോ? ഗായ്സിന് എന്തിനാണ് കുറ്റം പറയണത്? ഗായ്സിനല്ല, ഗ്രാനിനെയാണ് കുറ്റം പറയുന്നത്. ഗ്രാനി പാവല്ലേ. ഓ പാവ. ലണ്ടറിനൊക്കെ വേണ്ടിയല്ലേ മറ്റേ നമ്മളെ തട്ടിക്കൊണ്ട് വന്നു. മകൾക്ക് ജീവൻ കൊടുക്കാൻ ഗ്രാനിന് ജീവൻ കൊടുത്താ പോരെ? എന്തിനാ നമ്മുടെ ജീവൻ എടുക്കണേ? ഗ്രാനീന്റെ പകുതി ജീവൻ കൊടുത്ത്. എന്തൊരു സ്നേഹം. ഈവൾ നണ്ടിന്റെ അടുത്ത് പോയി. എന്തായാലും നമുക്ക് എസ്കേപ്പ് ആയേ പറ്റത്തുള്ളൂ. ഇപ്പൊ കാണിച്ചതാ സ്റ്റിയറിംഗ് വീൽ. ഹാൻഡ് വീൽ. സ്റ്റിയറിംഗ് വീൽ. ആ ഹാൻഡ് വീൽ. ബോംബോടെ ബോംബോടെ ബോംബ്. ഞാനിപ്പോ തന്നെ വരും. ആ അറിയാം 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 എറിയണോ? അറിയാം. ഓതേ വന്നിട്ടുണ്ട്. അയ്യോ കാൽക്കുലേഷൻ തെറ്റി. അയ്യോ കാൽക്കുലേഷൻ തെറ്റിയില്ല. പ്ലസ് ഇൻറ്റു ആയി. ഈ ഞാനിതാ വടിയായി. ഗ്രാനി അവിടെ കിടക്കണോ? പക്ഷെ കൈ മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയാണ് കേട്ടോ. വടി പിടിക്കണ കൈ മാത്രം. വടി എന്തായാലും നമുക്ക് ഗ്രാനീൻ്റെ എടുക്കാൻ പറ്റില്ല. ഗ്രാനി വിട്ടക്കില്ല. ഞാനെങ്ങാനാണെങ്കിൽ എടുത്ത് മറ്റേ വടി കൊണ്ട് അടിച്ചേനെ. ഗൈസ് കഴിഞ്ഞ എപ്പിസോഡിൽ ആരും കമന്റ് ഇട്ടില്ല കേട്ടോ. ആകെ ഒരാള് കമന്റ് എടുത്തു. ആരും കമന്റ് ഇട്ടില്ല. ഭയങ്കര സങ്കടമായി പോയിട്ടോ. ഈ ഇതിലെങ്കിലും ഒരു 5 കമന്റ് എങ്കിലും വരുത്തണേ പ്ലീസ് പ്ലീസ്. ഞങ്ങൾക്കൊന്ന് വായിക്കാനാ. ഞങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ല. ഞങ്ങളുടെ ടാർഗറ്റ് ഒരു ഹായ് എന്തെങ്കിലും ഇടണേ ഗൈസ്. 15 കമന്റ് എങ്കിലും മഞ്ഞു പ്ലീസ് പ്ലീസ്. അങ്ങനെയാണ് നിങ്ങൾ പറയണ ഏത് വേണമെങ്കിലും കളിക്കാം. നിങ്ങൾ പറയണ എന്ത് ഗെയിം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മള് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇല്ലല്ലോ. ഇത്രയും വലിയ വീട് എന്തിനാ ഈ ഗ്രാനിക്ക് മാത്രം താമസിച്ചു? ഗ്രാനിക്കല്ല, ഗ്രാനിക്കിന് മാത്രം. എന്തെല്ലാം തെറ്റപ്പാ തന്നെ. പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്താ അധികം ഉപയോഗിക്കാൻ പറ്റില്ല. ഡോറൊക്കെ ഗ്രാനിയും ഗ്രാൻഡ് റിച്ചാണ്. ബോൾട്ടുണ്ട്. പിന്നെ എന്നിട്ടാണോ ഉടുപ്പ് പോലും നല്ല ഉടുപ്പ് ഇടാൻ? ആത്മാവിന് എങ്ങനെയാണ്? അതിൻ്റെ ആത്മാവിന് സാരിയൊക്കെ കൊടുത്ത് നിന്നൂടെ? അയ്യോ ആണുങ്ങൾ ഏതാണുങ്ങളാണ് സാരി വന്നവര് എവിടെ എവിടെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഞാൻ അറിയണത് തന്നെ ഗ്രാനി വരുന്നു. എവിടെ വരുന്നത്? പോയി രക്ഷപ്പെടണം. ആ എന്നാ ഒന്നും ആവുന്നില്ലല്ലോ. ഓ ഇവിടെ കൂടെ ആണല്ലേ വെള്ളം പോണത്.
അങ്ങനെ എന്തോ കേട്ടു. അതെന്തോ സൗണ്ട്? ഓ ഗ്രാനി മറ്റേ ഇത് വെച്ച് കാണും. ട്രാപ്പ് വെച്ചിട്ട് കാര്യം ട്രാപ്പല്ല, വാതില് തുറന്ന സൗണ്ട് അത്. അയ്യോ ക്രാക്കിംഗ് പോണാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ ഗ്രാനിന്റെ പുതിയ പിയാനോ തൊടാൻ സമ്മതിക്കില്ല. വരണ്ട് ഓടിക്കോ കേറിക്കോ. ഒന്നും നോക്കണ്ട. എല്ലാം നോക്കിട്ട് തന്നെയാ പെട്ടെന്ന് പോവാ. പെട്ടെന്ന് പോട്ടെ. ഗ്രാനി നമുക്ക് ബെഡിന്റെ ഉള്ളിൽ ഒളിക്കരുത്. അയ്യോ എന്റെ അമ്മ മോഹം കണ്ടിട്ട്. എടാ നിനക്ക് കളിക്കുന്നത് നിനക്കൊരു പേടിയില്ല. എന്റെ അമ്മ സമ്മതിക്കണം. എനിക്ക് പോലെ പെട്ടെന്ന് കണ്ടിട്ട് എന്റെ ജീവൻ പോയി. എന്റെ കണ്ണ് എന്താ പോയി. അയ്യോ എടാ കണ്ണി ഞാൻ കളിക്കാന്നെങ്കിൽ. അതെന്ത് ജീവിയാണ് ഗൈസ്? ഒരു ജീവി. കളിച്ചോ. വെപ്പൺ കീട്ട് ഗ്രാനി ഇങ്ങോട്ട് വാ. വന്നിട്ടുണ്ടേ. എന്താണ് അതെന്താ സംഭവിച്ചത്? എന്റെ അമ്മ എന്താ സൗണ്ട് ആണിത്? സഹിക്കുമ്പോ തന്നെ ദയനീയ അവസ്ഥ. നിന്റെ പോയി. ഗ്രാനിന്റെ തലക്കടിച്ചിട്ട് ഒറ്റ ഓട്ട. വെപ്പൺകി അതെ അമ്പും ബില്ലും പഠിച്ചു പറഞ്ഞുണ്ട്. ഗ്രാനിക്ക് പോലും കൺഫ്യൂഷൻ വരത്തില്ല. CCTV ക്യാമറ കണ്ടാ? അതെന്തിനാണ് ഗായ്സ്? ഗ്രാൻഡ് നോക്കാനോ? ഇപ്പൊ അവരെവിടെയാ? ബോട്ട് എസ്കേപ്പ് ആയാ മതിയായിരുന്നു. മറ്റേ ഇതാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കണോ. മറ്റേ സ്റ്റിയറിംഗ് വീല്. എന്ത്? ബോട്ട് സ്റ്റിയറിംഗ് വീല്. ബോട്ട് സ്റ്റിയറിംഗ് വീലാട്ടെ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഇവൻ. ഇനി ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഡോക്ടറെ. സ്ഥലത്ത് തപ്പണോ? കിളികളുടെ ശബ്ദം. കിളികളുടെ സൗണ്ടൊന്നും അല്ലത്. പിന്നെ അത് മറ്റേ ഹെലികോപ്റ്ററിന്റെ സൗണ്ടാ. ട്രാപ്പൊക്കെ വെച്ചേക്കാണ് ഇവര്. ആ ട്രാപ്പല്ല, എലീനെ കൊല്ലണ. അല്ല ഹാൻഡ് വീലാണത്. നോക്ക്. ഹാൻഡ് വീല. സോറി. ഒരു സമയം ഗ്രാനീനെ തെറ്റിദ്ധരിച്ചു പോയി. ക്ഷമിക്കൂ. വന്ന് വെളുത്ത കണ്ണുള്ള സുന്ദരി പെണ്ണ്. ഇതേ വഴിയുള്ളൂ, ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. സ്റ്റിയറിംഗ് വീലല്ലേ അവിടെ ഇരുന്നേച്ചത്? പീസ് ഓഫ് എ പേപ്പറാ? പിക്ചറാ? കാണാനൊന്നും പറ്റില്ല. പെട്ടെന്ന് അത് മാഞ്ഞും പോയി. കസേരയൊക്കെ മറിഞ്ഞിരുന്നു. നമ്മൾ മറിച്ചിട്ട് ഗ്രാനിന് പണി കൊടുക്കണം. ഗ്രാൻഡ് പേൻ്റെ പകുതി ഫോട്ടോ അല്ലേ കഴിച്ച് ഇത് കാണുന്നത്? പകുതി ഗ്രാൻഡ് പ. അത് ഫുള്ളാക്കണോ? ഇനി ഒരെണ്ണം കൂടെ
അതും കൂടെ ഇട്ടൊക്കെ നമുക്ക് ഗ്രാൻഡിന്റെ സീക്രട്ട് റൂമിൽ പോവാം. സീക്രട്ട് റൂം, ഗ്രാൻഡ്പയ്ക്ക് സീക്രട്ട് റൂം ഒക്കെ ഉണ്ടോ? ഹായ്, വന്ന് ഞാൻ വെച്ചാൽ കാണുന്നില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല ഗ്രാനിയാണെന്ന്. പിന്നെ നമ്മൾ കൊണ്ടുപോയി നൂബല്ലേ, ന്യൂബാ കുഴപ്പമില്ലാത്ത രീതിയിലൊരു ന്യൂബ്. നമ്മള് മറ്റേ ഗായ്സ് ഇച്ചിരി പ്രോയ, നല്ലോണം പ്രോയ. അതായത് നിങ്ങൾ വരണ്ട് ഓട് സത്യ നീ ഹൈഡ് ആൻഡ് സിക്ക് കളിച്ചോണ്ടിരിക്കണേ. ആ ഫോട്ടോ അവിടെ പോയെന്തോ തപ്പാൻ ഒനി ഒരു തല മാത്രം മതി കേട്ടോ. ഗ്രാൻഡിന്റെ തല വെട്ടിയോണ്ടാ, തല പെട്ടെന്ന് എടുത്തോണ്ട് പോട്ടെട്ടോ. തല ഗ്രാനൈറ്റ് ആണോ ബോംബാണോ എന്താണൊക്കെ ഉണ്ട്. പോയ വഴി ട്രാപ്പ് ചത്ത് രണ്ടും വെച്ച് കഴിയുമ്പോ വീണ്ടും എണീച്ചു വരും. റിസ്ക് എടുക്കാണോ? എന്ത് റിസ്കാ? അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭൂതം പോലത്തെ ഒരു സംഭവം. 8 മകൻ, സെൻട്രീനിന്റെ മകനോ? 8 പോലെ ഉണ്ട്. സെൻട്രീനെ കൊല്ലും കേട്ടോ. എന്താ ഇത് ഒട്ടും ഫ്രെയിമായിട്ട് വെച്ചേക്കണ ഭൂതങ്ങളുടെ ഫോട്ടോ. ഗ്രാന വരുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവിടെ ഷൂട്ട് ചെയ്യണ്ട. വന്നു ഷൂട്ട് ചെയ്ത് ഗൈസ്. കിടക്കണ കിടപ്പുണ്ട്, ദയനീയ അവസ്ഥ തന്നെ. പല്ല് പൊട്ടിച്ചു പോയി. ഇനി എല്ലാരും കിടന്ന് കളിയാക്കട്ടെ. കൈ കമ്പ് പോലെ പൊക്കി വെച്ചു. കമ്പ് പോലെ പൊക്കി വെച്ചിട്ടുണ്ട്. ഹെലികോപ്റ്റർ മാനുവൽ. അതെയോ ആ മനുഷ്യൻ റിസ്ക് എടുക്കാം. മനുഷ്യൻ കറക്റ്റ് ഗ്രാൻഡ്പനെ പോലെ ഇല്ല. അത് തന്നെ ഗ്രാൻഡ്പനെ കണ്ടും വെളുത്തതാണ്. ഇവരെല്ലാവരുടെയും കണ്ട് വെളുത്തതാണ്. നിങ്ങൾ 15 കമന്റ് ഇടുകയാണെങ്കിൽ ഞങ്ങള് ഗ്രാൻഡ്പയും ഗ്രാനിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളിക്കും കേട്ടോ. ഹായ് ഗെയിം കൊള്ളാല്ലേ? ദുന്നം വേണം കളിക്കുന്നത്. കാണിച്ചത് ഹായ് ഹായ് ഹായ്. ഞാൻ അടുത്ത 3 ആക്കണ്ട. ഇനി 1 കൂടെ ഉള്ളു. ഈ എത്ര ഉണ്ടേയും കൂടെ ഉണ്ട്? ഒറ്റ ഉണ്ട വെച്ച്. ആ വെരി ഗുഡ്. സ്റ്റിയറിംഗ് ഇപ്പൊ എവിടെ എത്തി? അയ്യോ സ്റ്റിയറിംഗ് ഒക്കെ പോയി. കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും മറ്റേ ഇത് തപ്പണം. ആദ്യം നമ്മൾ കണ്ട ഒരു സാധനം ഇല്ല, ഒരു മീറ്റ്. ഞാൻ ബാക്കിലൊക്കെ തിരിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അടക്കും കേട്ടോ. ഡേ 3 ആയിട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞ പോലെ ഡേ 3 തന്നെ ആയിരിക്കും. ഡേ 3 തന്നെ ആയിരിക്കും. ഞാൻ എസ്കേപ്പ് ചെയ്യണം. കൊല്ലുന്നോക്കല്ലോ ഒരു കരുനാക്കുകാരൻ. എന്റെ നാട്ടില് ഗുളികനുണ്ട് കേട്ടോ.
ഇവിടെ ഒന്നും ഇല്ലല്ലോ. ആ കിട്ടി, എന്തുവാ? ഗ്ലാസ് ഫ്യൂസ് കിട്ടി. എന്ത് ഗ്ലാസ് ഫ്യൂസ്? ക്ലാസ് വ്യൂസാ? അതിന്റെ പേര് മറന്നു. ഇപ്പോഴാണ് കിട്ടിയത്, കണ്ടപ്പോഴാണ് കിട്ടിയത്. സാധനം മനസ്സിൽ ഓർമ്മയുണ്ട്. അപ്പൊ സ്റ്റിയറിംഗ് എടുത്തിട്ടുണ്ട്. ഇനി പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ബോട്ട് എസ്കേപ്സ് സക്സസ്ഫുള്ളി എന്ന് പറയാൻ പറ്റത്തില്ല. ബോട്ട് എസ്കേപ്പ് അല്ല, ഞാൻ കയറി നോക്കിയത്. ഓ ഞാൻ പേടിച്ചു പോയി. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ബോട്ട് എസ്കേപ്പ് എന്നാണ്, അതിന് മാറിപ്പോയല്ല. പെട്ടെന്ന് എസ്കേപ്പ് എസ്കേപ്പ് ആയിട്ട് ആ ഗ്രാനീൻ്റെ ഒരു നോപ്പുണ്ട്. എന്ത് രസമാണെന്നറിയാവോ? ഓ അതേ പോണം. നരച്ച മുടി കണ്ടോ? ഗായ്സ്, നിങ്ങൾ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അടുത്ത വട്ടത്തെ ഗെയിമിങ്ങിൽ ഞാൻ ഗ്രാനീനെയും കൊണ്ട് ബോട്ട് എസ്കേപ്പ് ചെയ്യും. ഗ്രാനീനെയും കൊണ്ടുപോകും നാട്ടിലേക്ക്. എന്നിട്ട് ഗ്രാനി പിയാനോ വയ്ക്കും. പോയാ ഇനിയുണ്ടോ? എന്ത് പ്രതികാരം? ടൈം ടു റിവെഞ്ച്. ഗ്രാനി ഇതാ കൈ വെച്ചു. അവള് പിയാനോ വായിക്കണ്. കൊള്ളാൽ. അവൾക്ക് ഭയങ്കര കലയാട്ടോ. സകല കല വല്ലവിയ. കൊല്ലാനും അറിയാം, പിയാനോ വായിക്കാനും അറിയാം, പാട്ട് പാടാനും അറിയാം. ഞാൻ പറയണ നടക്കും. എസ്കേപ്പ് ആണ്. എസ്കേപ്പ് ആയിക്കോ. ഓടടാ ഓടടാ ഓടടാ. ശബ്ദം പറഞ്ഞു. ഇനി പേടിക്കണ്ട. റിവെഞ്ച് ചെയ്യണ്ടേ? റിവെഞ്ച് ചെയ്യണം. ഓ റിവെഞ്ചുകാരെ ചെയ്യണം. ആലോചിക്കട്ടെ. നിന്റെ ആഗ്രഹം എന്താ? ചെയ്യണമെന്ന്. ചെയ്തിട്ട് പോയാ മതി. ചെയ്യാം. നമുക്കിപ്പൊ തന്നെ ചെയ്യാം. അതെ ഫോണുണ്ട്. ഇതാണ്ടായിരിക്കും ആ സമയത്ത് ഇങ്ങോട്ട് വരാം. ട്രാപ്പൊക്കെ ഇട്ടിട്ട് ഇതെല്ലാം തള്ളി പൊളിച്ച് ഉരുട്ടി കളിക്കാം. ഇനി റിവെഞ്ച് ആയിരിക്കും. വേണേന്റെ അണ്ണാക്ക് പൊട്ടിക്കണം. ഇനി വായിൽ നോക്കി ഷൂട്ട് ചെയ്യണം. അണ്ണാക്ക് പൊട്ടിക്കണം. കണ്ണില്ലേ ഇനി എനിക്ക് കേട്ട് മടുത്ത്. എന്ത് ICU എന്ന് പറയുന്നത്? ICU കേട്ട് നിന്റെ തേലേക്കൂടെ അത് ഞെരങ്ങിയാണ് ഗൈസ്. എങ്ങനെ ഹൈ ഡാൻസിക്കും വേണ്ട. ഹൈ ഡാൻസിക്ക് കേൾക്കാൻ എനിക്ക് അപ്പുറത്തോലൂടെ വരുവാണെങ്കിൽ ഞാൻ ട്രാപ്പിൽ ചവിട്ടും. അയ്യോ ട്രാപ്പിൽ വീഴണമായിരുന്നു. അത് നമുക്ക് ട്രാപ്പിൽ പക്ഷെ ട്രാപ്പിൽ വീഴ്ത്തിട്ട് ഇതും കൂടെ കൊല്ലണം. നല്ല രസമായിരുന്നു. അതിലെ കണ്ണു പൊട്ടിക്കുക. അപ്പൊ കാണാൻ പറ്റില്ലല്ലോ. ഓടോ എസ്കേപ്പ് ആവാനല്ലേ? നമ്മളെ ഗെയിമിംഗ് ഒക്കെ തീർന്നു ഗായ്സ്. അപ്പൊ നമ്മൾ എസ്കേപ്പ് ആവാൻ പോയാണ് കേട്ടോ, സക്സസ്ഫുള്ളി. അപ്പൊ 3, 2, 1 ഗോ. ഈ സമയത്ത് ഗ്രാനി നോക്കണമായിരുന്നു. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി ചെയ്തു. ഗ്രാനി നോക്കണ. നോക്കിയിരിക്കത്തേ ഉള്ളൂ. താങ്ക് യു ഗായ്സ്. അത് തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, കമന്റ്, 15 കമന്റ് ആൻഡ് ലൈക്ക്. ശരി.